കൊട്ടിയൂർ ഉത്സവത്തിനായി കാൽനടയായി പോകുന്ന ഇളനീർക്കാരെ കണ്ടിട്ടുണ്ടോ? അവരാണിവര്. കൊട്ടിയൂർ ദർശനം പൂർണ്ണമാകണമെങ്കിൽ സന്ദർശിക്കേണ്ട ഈ അമ്പലത്തെക്കുറിച്ച് അറിയാവോ? ദക്ഷയാഗത്തിനായി പോകുന്ന വഴി അഭൂതമായൊരു ചൈതന്യം കണ്ടുവെന്നും ആ യാഗഭൂമിയിൽ ശിവന്റെ തേരിറങ്ങുകയും ചെയ്തുവെന്ന ഐതിഹ്യമുറങ്ങുന്ന മണ്ണാണിത്. തെരൂർ. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ശിവന്റെ സ്വയംഭൂ വിഗ്രഹമുള്ള മറ്റൊരു അമ്പലം. കൊട്ടിയൂരുള്ള എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും നിലനിന്നിരുന്ന ക്ഷേത്രം. വന്നിച്ചമത പൂത്തിരുന്ന യാഗഭൂമിയായിരുന്നു ഒരു കാലത്ത് ഈ പ്രദേശം. ഇന്നിവിടെ മഹാദേവന്റെ സ്വയംഭൂവും അർദ്ധനാരീശ്വരനും കിരാതമൂർത്തിയും കുടികൊള്ളുന്നു. മഹാദേവന്റെ വ്യത്യസ്തമായ 3 രൂപങ്ങൾ പ്രതിഷ്ഠയുള്ള അപൂർവമായ ഒരു അമ്പലമാണിത്. അതേപോലെ തന്നെ അശ്വാരൂഢനായ അയ്യപ്പനും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനത്തോടെ നെയ്യഭിഷേകത്തിനും ഇളനീരഭിഷേകത്തിനും പോകുന്നവർ ഈ അമ്പലത്തില് ചിട്ടയോട് വന്ന് താമസിക്കാറുണ്ട്. ഇത്തവണ കൊട്ടിയൂർ ദർശനം നടത്തുന്നവരിൽ ഇവിടെ വന്ന് മഹാദേവന്റെ 3 പ്രതിഷ്ഠകളും തൊഴണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. കണ്ണൂർ മട്ടന്നൂർ മെയിൻ റോഡിനടുത്തായി തെരൂർ പാലയോട് എന്നുള്ള സ്ഥലത്താണ് മനോഹരമായിട്ടുള്ള ഈ ഒരു അമ്പലം. കിരാതമൂർത്തി പ്രതിഷ്ഠയുള്ള അമ്പലത്തില് ഡിസംബർ മാസത്തിൽ കളമെഴുത്തും പാട്ടും ഉണ്ടാവാറുണ്ട്. ദീർഘദൂര യാത്രയും കൊട്ടിയൂർ ദർശനവും കഴിഞ്ഞു വരുന്ന വഴി ഈ അമ്പലത്തിലേക്ക് എത്തിയാണെങ്കിൽ ദാ ഇങ്ങനെ മനോഹരമായൊരു സൂര്യാസ്തമനവും കണ്ട് മഹാദേവന്റെ അപൂർവമായ 3 പ്രതിഷ്ഠകളെയും തൊഴുത് നിങ്ങളുടെ തീർത്ഥയാത്ര അവസാനിപ്പിക്കാം.